വിഴിഞ്ഞത്ത് ആദ്യ പരീക്ഷണ കപ്പൽ അടുത്ത വെള്ളിയാഴ്ച എത്തും. ട്രയൽ റണ്ണിന്റെ ഭാഗമായാണ് ആദ്യ മദർഷിപ്പ് എത്തുന്നത്. പിന്നാലെ കൂടുതൽ കപ്പലുകൾ എത്തും. പരിപാടി ആഘോഷമാക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കുന്ന സ്വീകരണ പരിപാടി സംഘടിപ്പിക്കും. ആദിൽ പാലോട് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അതിൽ എന്തൊക്കെയാണ് സ്വീകരണത്തിൽ ഉണ്ടാവുക? വിപുലമായി ഏത് തരത്തിലാണ് സ്വീകരണ പരിപാടികളൊക്കെ വേണ്ടി സർക്കാർ തയ്യാറെടുക്കുന്നത്? മലയാളികൾക്ക് അഭിമാനകരമായൊരു വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിഴിഞ്ഞത്ത് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന മലയാളികളുടെ സ്വപ്നമായ വികസന സ്വപ്നത്തിൽ കൃത്യമായി ഇടം പിടിച്ചിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മിഴി തുറക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർ ഷിപ്പ് എത്തുന്നു എന്നുള്ളതാണ്. മദർ പോർട്ട് എന്ന നിലയിൽ ഏറെ പ്രശസ്തി ആർജിക്കാൻ ഇരിക്കുകയാണ് വിഴിഞ്ഞം പോർട്ട്. മദർ ഷിപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തീരത്തും അടുക്കാൻ കഴിയാത്ത, എല്ലാ പോർട്ടുകളിലും അടുക്കാൻ കഴിയാത്ത കൂറ്റൻ ഷിപ്പുകളെയാണ് മദർഷിപ്പ് എന്ന് പറയുക. ആ മദർഷിപ്പുകൾ എത്തുന്നു. അതിൽ നിന്നും കണ്ടെയ്നറുകൾ വഹിച്ചുള്ള മദർഷിപ്പ് എത്തുന്നു. കണ്ടെയ്നറുകൾ ഇപ്പോൾ തന്നെ 31 ക്രെയിനുകൾ വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. ചൈനയിൽ നിന്നെത്തിച്ച 31 ക്രെയിനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളുണ്ട്. ഷിഫ്റ്റ് ഷോർ ക്രെയിൻ എന്നാൽ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ എടുത്ത് യാർഡിലേക്ക് വെക്കുന്ന ക്രെയിനുകളാണ്. തുറമുഖത്തിലേക്ക് വെക്കുന്ന, ബെർത്തിലേക്ക് വെക്കുന്ന ക്രെയിനുകളാണ്. ഇതിന് പുറമെ യാർഡ് ക്രെയിനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. യാർഡിൽ നിന്നും ഈ കണ്ടെയ്നറുകൾ നീക്കുന്ന ക്രെയിനുമാണ്. ഈ നിലയ്ക്കുള്ള 2 തരം ക്രെയിനുകൾ ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്രെയിനുകൾ വഴി കണ്ടെയ്നറുകൾ മദർഷിപ്പിൽ നിന്നും ബെർത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നു. പിന്നീട് വരുന്ന സാധാരണ ചെറു ഷിപ്പുകളിൽ ഈ കണ്ടെയ്നറുകൾ വെച്ചുകൊടുത്ത് ആ ഷിപ്പ് പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്ന അർത്ഥത്തിൽ ഒരു മദർഷിപ്പ് പോർട്ടാണ് വിഴിഞ്ഞത്തേത് എന്ന് നമുക്കറിയാം. ആ നിലയിൽ രാജ്യത്ത് തന്നെ വലിയ പ്രസക്തിയും വിഴിഞ്ഞത്തിനുണ്ട്. അതിൻ്റെ പരീക്ഷണം ഉടൻ തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. 12-ാം തീയതി ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞത്ത് എത്തുന്നു. മദർഷിപ്പ് എത്തുന്നത് വലിയ ആഘോഷമാക്കുകയാണ് സർക്കാർ. മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായൊരു പരിപാടി, ആഘോഷ പരിപാടി സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. മാത്രമല്ല ഒരു അഭിമാന നേട്ടം കൂടിയായി അത് ലോകത്തിന് മുന്നാകെ, രാജ്യത്തിന് മുന്നാകെ അവതരിപ്പിക്കാനുള്ള ശ്രമവും സംസ്ഥാന സർക്കാർ വകുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. 12-ാം തീയതി വരുന്ന വെള്ളിയാഴ്ച ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞത്തെത്തുന്നു. മദർഷിപ്പ് എത്തിയാൽ പരീക്ഷണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടെയ്നറുകൾ എടുത്ത് ബെർത്തിലേക്ക് വെക്കും. പിന്നീട് തുടർച്ചയായി കപ്പലുകൾ വരും. ഈ കണ്ടെയ്നറുകൾ ചെറു ഷിപ്പുകളിൽ വെച്ച്, ചെറു കപ്പലുകളിൽ വെച്ച് ഈ കപ്പലുകൾ യഥാസ്ഥലത്തേക്ക് പുറപ്പെടുന്ന രൂപത്തിൽ ഒരു മദർഷിപ്പ് തുറമുഖം എന്ന നിലയിൽ കൃത്യമായ ഒരു പദ്ധതിയും പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം. അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പരീക്ഷണമാണ് ഇനി നടക്കാനുള്ളത്. ഇതുകൂടി വിജയിക്കും എന്ന് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രതീക്ഷ, തുറമുഖ വകുപ്പിൻ്റെയും അദാനി ഗ്രൂപ്പിൻ്റെയും പ്രതീക്ഷ. ഈ വർഷം അവസാനം വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായ നീക്കങ്ങളിലൂടെ, വേഗതയിലൂടെ ഈ നിർമ്മാണങ്ങളും വിഴിഞ്ഞം തുറമുഖവും പൂർത്തിയാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. റോഷ്നി, അതിൽ സർക്കാർ വലിയ തരത്തിലുള്ള നേട്ടം എന്ന കണക്ക് ഉയർത്തിപ്പിടിക്കുന്ന പദ്ധതിയാണ്. വെള്ളിയാഴ്ച ആദ്യ മദർഷിപ്പ് അടുക്കുന്നതോടുകൂടി കടൽ മാർഗമുള്ള ചരക്കു നീക്കം ആരംഭിക്കും, അല്ലേ? കടൽ മാർഗമുള്ള ചരക്ക് നീക്കം ആരംഭിക്കും. പക്ഷേ അത് കമ്മീഷനിങ്ങിന് ശേഷമായിരിക്കും കൃത്യമായി ആ നിലയിൽ നമുക്കിതിനെ അവതരിപ്പിക്കാനാവുക. ഇത് പരീക്ഷണമാണ്. ട്രയൽ റണ്ണിൻ്റെ ഭാഗമായുള്ള ചരക്ക് നീക്കമാണ് ഇപ്പോൾ നടക്കുക. കൃത്യമാണ്. മദർഷിപ്പ് എത്തുന്നു. മദർഷിപ്പിൽ നിന്നും അതിൻ്റെ ക്രെയിനിൻ്റെ കൂടി പരീക്ഷണം നടക്കുകയാണ്. കൂറ്റൻ ക്രെയിനുകളാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ക്രെയിനുകളുടെ പരീക്ഷണം കൂടി നടക്കും. ചെറു കപ്പലുകൾ എത്തുന്നു. പിന്നീട് ഈ ബെർത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന യാർഡിലുള്ള ഈ കണ്ടെയ്നറുകൾ ചെറു കപ്പലുകളിലേക്ക് മാറ്റുന്നതടക്കമുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനുള്ള പരീക്ഷണങ്ങളൊക്കെ, പ്രാഥമിക പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി മദർഷിപ്പിനെ കൊണ്ടുവന്നുള്ള പരീക്ഷണത്തിലേക്ക് വിഴിഞ്ഞത്തെ തുറമുഖ നിർമ്മാണം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തുറമുഖത്തിൻ്റെ അധികൃതർ, അദാനി ഗ്രൂപ്പും തുറമുഖ വകുപ്പും ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കൃത്യമായ ഒരു മദർഷിപ്പ് എത്തുന്നത്. അടുത്ത വെള്ളിയാഴ്ചയാണ് മദർഷിപ്പ് എത്തുക. റോഷ്നി. ശരി.